ഗായ്സ് ഈ വെളുപ്പങ്ങളത്ത് നമ്മളിവിടെ പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു മലപ്പുറം ട്രിപ്പ് ഉണ്ട്. അങ്ങനെ നേരെ ബാഗ് കൊടുത്ത് നമ്മൾ വണ്ടി എടുത്ത് നേരെ പോകണ സ്പോട്ടിലോട്ട്. അങ്ങനെ നേരെ സ്പോട്ടിലോട്ട് രക്ഷയൊക്കെ ഇതാ പോകുന്നതുകൊണ്ട് അങ്ങനെ നമ്മളവിടെ നിന്ന് കോമ്പോടിക്ക് ഫൈക്കിങ്സിന് വേണ്ടി കൂടെ ഉണ്ട്. അങ്ങനെ നേരെ നമ്മൾ സ്പോട്ടെത്തി. അങ്ങനെ പയ്യന്മാരെല്ലാം കയറ്റി നല്ല ഓണ പയ്യന്മാർ. അങ്ങനെ അപ്പൊ കയറിയപ്പോൾ തന്നെ ഉമ്മരെ ഓണം. അങ്ങനെ നേരെ വെളുത്ത് തുടങ്ങിയത് നമ്മൾ ഫസ്റ്റ് പരിപാടിയായി ചായ കുടി അങ്ങ് തുടങ്ങി. അങ്ങനെ ചായ കുടിച്ച് വണ്ടി ഒരു നോട്ടൊക്കെ നോക്കിയിട്ട് പിന്നെ നേരെ പയ്യന്മാരുണ്ട്. ഇവിടെ തന്നെ ഫുൾ ഓണം കഴിച്ചു. നേരം വെളുത്തിട്ട് യുവമാർക്ക് ഒരു കുറവില്ല. അങ്ങനെ ഡാൻസ് പിന്നെ വെളിയിൽ ഇറങ്ങി നോക്കലിട്ട് ഒരേ കളി. അങ്ങനെ ഡാൻസ് കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും നല്ല കാര്യമായിട്ടെല്ലാം ഓണായി നേരെ ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വണ്ടി എടുത്ത് പിന്നെ അടുത്ത സ്പോട്ടിലോട്ട് പോകണം കഴിച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ ഓസ്ലറിന് വണ്ടി വന്നത് നമ്മളെ വിളക്കൂതി മോന്റെ ട്രിപ്പ് കൊണ്ട് ഓസ്ലറിന് വേണ്ടി ഇതുവരാണ് കഴിച്ച് നമ്മളെ വിളക്കൂതി മോൻ ആനന്ദ്. അങ്ങനെ അവനെ തൂക്കി അവന്റെ കൂട്ടുകാരന്മാരെ പിന്നെ അവന്റെ കുറെ അപരാധ കഥകൾ യവന്മാരെ വായിന്ന് കേട്ടോടെ ഇവ ഇത്ര വലിയ ഫ്രോഡാണെന്ന് അപ്പൊ മനസ്സിലായി. അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയല്ലോ. അങ്ങനെ അവരെല്ലാം ഫുഡ് കഴിച്ച് വണ്ടിയുടെ അടിക്കി അങ്ങനെ ബൊഫെ കൗണ്ടറാക്കി. അങ്ങനെ ബൊഫെ കൗണ്ടറാക്കി നമുക്ക് കഴിക്കാനുള്ളതെല്ലാം കിട്ടി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് അവിടെ നേരെ ഇറങ്ങി. ഈ ഇരുന്നുറങ്ങണം മധുരക്കിഴങ്ങാണ് ഇന്നത്തെ നമ്മളെ കോർഡിനേറ്റർ. അങ്ങനെ അവനെ നോക്കിയപ്പോൾ ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ചതോടെ നല്ല കിടില ഉറക്കമൊക്കെ ആ ഉറക്കമൊക്കെ കണ്ട് റോഡിലോട്ട് നോക്കിയാൽ നമ്മൾ കഴിച്ച് എന്റെ ഫേവറേറ്റ് വേണ്ടി അതുവഴി പോകണം. കഴിച്ച് ഇതെന്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് കഴിച്ച് ജീപ്പ് അത് കണ്ട് ഉച്ച ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയത്. ഇപ്രാവശ്യത്തെ എന്റെ ഡിക്കിനെ ബൊഫെ കൗണ്ടറിനെ വിട്ടു കൊടുത്തില്ല. അങ്ങനെ നേരെ റോഡിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ഫുഡ് കഴിച്ചോണ്ട് ഉച്ചത്തെ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ നമ്മളവിടെ വൈകിട്ടൊക്കെ ആയപ്പോൾ നമ്മൾ സ്പോട്ടെത്തി കഴിച്ചു. അങ്ങനെ നേരെ നമ്മൾ ഇന്നത്തെ പാർക്കിംഗ് ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ KSRTC സ്റ്റാൻഡിനകത്ത് ആരുള്ള സ്റ്റാൻഡ് നമ്മളെ വണ്ടി മാത്രം കഴിച്ചു. അങ്ങനെ സ്റ്റാൻഡിനകത്ത് ബസ്സൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഒരു വൈബ് അടിച്ച് പിന്നെ ഒരു ചായ കുടിച്ച് വണ്ടിയെ നോക്കി അവിടെ പിന്നെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് നമുക്കുള്ള റൂമിലോട്ട് നമ്മൾ വന്നേ കഴിച്ചു. അങ്ങനെ റൂമിൽ വന്ന് ഇവിടെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി കടയിലോട്ട് പോയി. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോഴാണ് കഴിച്ചു ഇവിടെ വേറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചു. 4 പേര് ഫുഡ് കഴിച്ച് ടേബിൾ നിറച്ച് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല കഴിച്ചു. 4 പേര് ഫുഡ് കഴിച്ചെങ്കിൽ 10 കട്ട ചായ കുടിച്ചു. അങ്ങനെ അത് നോക്കി നമ്മളെ റൂമിലോട്ട് ഒന്ന് ഉറങ്ങാൻ പോവാണ്. ബൈ ബൈ.